Kallumakkaya, the humble mussel from Malabar's tidal shores, has long been part of coastal life. Tied to the sea's rhythms, it carries stories of livelihood, tradition, and community. Over time, it evolved into rich, spiced dishes, from stuffed kallumakkaya to fiery roasts, shaping the region's culinary identity. More than food, it reflects a culture shaped by the ocean and shared across generations. But how did this modest ingredient become iconic? To understand its place today, let's turn to its history. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്നത് കേവലം നമ്മുടെ വിശപ്പടക്കാനുള്ള ഒരു വസ്തു മാത്രമല്ല ഇന്ന്. അത് നമ്മുടെ ആനന്ദത്തിൻ്റെയും എല്ലാ നിമിഷങ്ങളിലും നമ്മൾ ഭക്ഷണം പല രീതിയിൽ ഈ അടുത്ത കാലത്തായി ഭക്ഷണം എന്നത് ഒരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. മലബാർ ഫുഡ് പറയുന്നത് ഒറ്റ ഒന്നല്ല. അതിൻ്റെ ടേസ്റ്റുകളിൽ വ്യത്യാസമുണ്ട്, അതിൽ ഉപയോഗിക്കുന്ന രസക്കൂട്ടുകളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വളരെ ഡിഫറെൻ്റായ മീൻ ഐറ്റംസ് ആണ് നമുക്കുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരു വിഭവമാണ് കല്ലുമക്കായ. ഇത് ഉപയോഗിച്ചു കൊണ്ടുള്ള വിഭവങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. അത് കറി വെക്കുന്നുണ്ട്, അതേപോലെ കല്ലുമക്കായ നിറച്ചതുണ്ട്. കല്ലുമക്കായ ഇന്നു മുതലാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് അതിപുരാതന കാലം മുതലേ നമ്മൾ തീരദേശത്തുള്ളവർ മീൻ പിടിക്കുമ്പോൾ അത് മറ്റ് പലതരം മീനുകളുടെ ഒപ്പം തന്നെ നമ്മൾ കല്ലുമക്കായയും ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വ്യാവസായിക വസ്തു കൂടിയാണ്. കേരളത്തിൽ എല്ലായിടത്തും കിട്ടുന്ന കല്ലുമക്കായ ഒന്നല്ല, അതിൽ പോലും വ്യത്യാസമുണ്ട്. കോഴിക്കോട് കടലിൽ നിന്ന് കിട്ടുന്ന കല്ലുമക്കായ, അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്ത് നിന്ന് കിട്ടുന്നത്, അങ്ങനെ ഓരോ പ്രദേശത്ത് എത്തുമ്പം പോലും അതിൽ നമുക്ക് വെറൈറ്റി കാണാൻ പറ്റുന്നുണ്ട്. അത് ഓരോ കമ്മ്യൂണിറ്റിക്കും ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സമത്വം നമ്മൾ കാണുന്നത് തീരദേശവാസികളിലാണ്. അവിടെ അത്തരം വിവേചനങ്ങളില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കല്ലുമക്കായ ശേഖരിക്കുന്നതിൽ, അത് ഉപയോഗിക്കുന്നതിൽ എല്ലാ ജാതി മത സമുദായങ്ങളും ഉണ്ട്. അതൊരു സമുദായത്തിൻ്റെ ഫുഡല്ല. എന്തു തന്നെയായാലും ഏറ്റവും രുചികരമായ നമ്മുടെ കേരളീയ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഒന്നാണ് കല്ലുമക്കായ. In the coastal village of Elathur, the story of Kallumakkaya begins with the rhythm of the tides. As the sea pulls back, dark rocks emerge, each holding clusters of Kallumakkaya clinging tightly. Farmers move across the wet, uneven edges, carefully plucking mussels by hand. It is slow, deliberate work, shaped by experience and a deep understanding of the sea. As the tide falls further, the work moves beyond the shore. Small boats drift into deeper waters where hidden mussel beds lie below. Here, the process becomes more intense. With nets fixed to long tubes, farmers slip into the sea. They dive beneath the waves, reaching into the rocks, pulling mussels free and guiding them into the tubes. Each dive is brief and precise, repeated in a quiet rhythm between breath and water. Back on the boat, the catch grows, a result of skill, endurance, and a life tied to the ocean. But not all Kallumakkaya are gathered this way. Along the coast in Kannur, a different practice is taking shape, one that works with the sea in a new rhythm. A quieter, evolving practice, redefining how Kallumakkaya reaches us. ആദ്യം കുറച്ച് പേരെ തുടങ്ങിയിട്ടു. അന്നേരത്തൊരു നല്ല വിളവായിരുന്നു. ഇതിപ്പോൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിളവിന് കുറവുണ്ട്. അന്നത്തെ പോലെ ഇപ്പം ഇല്ല. കൃഷി നാട്ടിൽ നല്ല പുരോഗതിയുണ്ട്, എല്ലാവർക്കും നല്ല പുരോഗതിയാണ്. ഒരു കൊല്ലം എനിക്ക് തന്നെ ചുരുങ്ങിയാൽ ഒരു കൊല്ലത്തിന് ഒരു 10 ലക്ഷം റുപ്യയിലും കിട്ടും. എനിക്ക് കോഴിക്കോട് നിന്ന് എലത്തൂരിൽ നിന്നാണ് വിറ്റുകൊണ്ടല്ലേ. അല്ല എല്ലാ വീട്ടിലും ഇത് കൊല്ലത്തിൽ മാത്രം ഇത് പണി, നാട്ടുകാർക്ക് കണ്ടമാനം പണി, തൊഴിലായില്ല. എല്ലാവർക്കും പണി തന്നെ. ഈ പൈസ പലയിടത്തും ഇങ്ങനെ പരന്ന് കിടക്കും. പൈസ വരും, എല്ലാവരുടെ കയ്യിലേക്ക് ഇപ്പോൾ എത്തും. അതുപോലെ തന്നെ അതുകൊണ്ട് എല്ലാവർക്കും നല്ല തൊഴിലുമായി. തലശ്ശേരി അതൊട്ട് അങ്ങോട്ട് കോഴിക്കോട്, എലത്തൂര്, പിന്നെ വടകര, അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ സാധനം പോകുന്നത്. പിന്നെ ഗോവയിലേക്കും പോകും. ഇത് അധികം പണിയില്ലാത്തവരുണ്ടാവില്ല, തൊഴിലില്ലാത്തവർ, അവരെല്ലാം ഈ മേഖലയിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. ജനുവരിയിലേ ഇടാൻ തുടങ്ങും. അത് മാർച്ച് ലാസ്റ്റ് കഴിയുമ്പോൾ എടുത്തു തീർക്കും.
അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ വിത്ത് എടുത്തിട്ട് ഇങ്ങനെ പൊതിയും. ഈ വിത്തിടും ചെറിയാൾ അതിൽ ചെറുതിടും, അതിൽ ചെറിയതും പിന്നെ കമ്പ ഇതന്നെ മതി. നെറ്റിങ്ങനെ വിരിച്ചിട്ട് ഇതിൽ കല്ലുമ്മക്കായിട്ട് സൂചി എടുത്ത് തുന്നൽ, അടുക്ക തുന്നിയിട്ട് ബന്ധാക്കി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എല്ലാം പരിപാടി. 12 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. നെറ്റ് പൊട്ടിപ്പോണെങ്കിൽ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് കനം കൂടുമ്പോൾ മാറ്റി മാറ്റി കെട്ടിക്കോളണം. ഇതിനു വേണ്ടി എന്താ ഇട്ട് കൊടുക്കുക? ഒന്നുമില്ല ഒന്നും ഇട്ട് കൊടുക്കില്ല. At the heart of this shift are the women of these coastal villages. Along the shoreline and in small working groups, they gather to clean, process, and prepare the mussels. Their work has opened up new opportunities, creating income, independence, and a stronger presence in the local economy. In these simple, everyday moments, Kalamakaya becomes more than just a harvest. It becomes a link between people, a source of livelihood, connection, and a shared sense of community and identity. And beyond the shore, this journey continues into kitchens, into recipes, into flavors that define a region. Kalamakaya in Malabar is not just a dish, it's a feeling shaped by the coast, the sea, its salt and rhythm, and carried quietly through generations. In every preparation, there is a warmth of shared work, familiar kitchens, and meals that gently bring people closer. It is more than just taste. It is memory, place, and belonging. Because in the end, Kalamakaya is not just a meal. It endures in laughter around the table, in traditions kept alive, and in the deep, unspoken sense of belonging it creates. കായലരികത്ത് വളയണിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ.